ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, നമ്മളുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. STD 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതായത് ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ പോയമോ എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റോറി വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നോക്കൂ, ദ സ്ക്വയറൽ ആൻഡ് ദ പപ്പി വർ ഫ്രണ്ട്സ്. സ്ക്വയറൽ എന്ന് വെച്ചാൽ എന്താണ്? അണ്ണാനും ഈ പപ്പിയും എന്തായിരുന്നു? പപ്പി എന്ന് വെച്ചാൽ നമ്മളുടെ നായക്കുട്ടി. ഓക്കെ, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. കം ലെറ്റ്സ് പ്ലേ, പപ്പി സെറ്റ് ടു ദ സ്ക്വയറൽ. വാ നമുക്ക് കളിക്കാമെന്ന് പപ്പി അണ്ണാനോട് പറഞ്ഞു. ദേ ബിഗാൻ ടു പ്ലേ, അവർ കളിക്കാൻ തുടങ്ങി. ലുക്ക് ദർ ഈസ് എ ക്യാപ്പ് ഓൺ ദ ട്രീ. നോക്ക്, അവിടെ മരത്തിലൊരു ക്യാപ്പ് ഉണ്ട്, തൊപ്പിയുണ്ട്. സെറ്റ് ദ പപ്പി, പപ്പി പറഞ്ഞു. ദ സ്ക്വയറൽ ക്ലൈം ദ ട്രീ ആൻഡ് ടുക്ക് ദ ക്യാപ്പ്. ആ സ്ക്വയറൽ അത് കേട്ടതും എന്ത് ചെയ്തു? മരത്തിന് മുകളിലേക്ക് കയറിയിട്ട് ആ ക്യാപ്പ് അവിടെ നിന്നും എടുത്തു. കം ലെറ്റ്സ് പ്ലേ വിത്ത് ദിസ് ക്യാപ്പ്. വാ നമുക്ക് ഈ ക്യാപ്പ് കൊണ്ട് കളിക്കാം. സെറ്റ് ദ പപ്പി, പപ്പി പറഞ്ഞു. ദ പപ്പി ആൻഡ് ദ സ്ക്വയറൽ പ്ലേഡ് വിത്ത് ദ ക്യാപ്പ്. അങ്ങനെ ആ സ്ക്വയറലും പപ്പിയും കൂടെ ആ ക്യാപ്പ് വെച്ച് കളിക്കാനായിട്ട് തുടങ്ങി. സഡൻലി, പെട്ടെന്ന്, ദ സ്ക്വയറൽ ഫെൽ ഇൻ ടു എ പോണ്ട് നിയർ ദ ട്രീ. അങ്ങനെ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ സ്ക്വയറൽ അണ്ണാന് തൊട്ടടുത്തുണ്ടായിരുന്ന പോണ്ടിലേക്ക്, കുളത്തിലേക്ക് വീണു. ഓക്കെ, ഒരു മരത്തിനടുത്തുണ്ടായിരുന്ന കുളത്തിലേക്ക് വീണു. ഹെൽപ്പ് മീ ദ സ്ക്വയറൽ ക്രൈഡ് അലൗഡ്. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അണ്ണാൻ ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. ദ പപ്പി ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ആ പപ്പി അത് കേട്ടതും ആ കുളത്തിലേക്ക് എടുത്തു ചാടി. ഗെറ്റ് ഓൺ മൈ ബാക്ക്, എൻ്റെ പുറത്ത് കയറിക്കോ. സെറ്റ് ദ പപ്പി, പപ്പി പറഞ്ഞു. ദ സ്ക്വയറൽ ക്ലൈംഡ് ഓൺ ദ പപ്പീസ് ബാക്ക്. അത് കേട്ടതും സ്ക്വയറൽ പപ്പിയുടെ പുറത്തേക്ക് ചാടിക്കയറി. ദ പപ്പി കെയിം ഔട്ട് ഓഫ് ദ പോണ്ട്. പപ്പി സ്ക്വയറലിനെയും കൊണ്ട് കുളത്തിന് പുറത്തേക്ക് വന്നു. താങ്ക് യു ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ്. സെറ്റ് ദ സ്ക്വയറൽ. സ്ക്വയറൽ എന്ന് പറഞ്ഞു? നിനക്ക് നന്ദി, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ എ, ഹൂ ആർ ദ ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിലുള്ള 2 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ദ സ്ക്വയറൽ ആൻഡ് ദ പപ്പി. ഒരു അണ്ണാനും ഒരു പപ്പിയുമാണ്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ഡിഡ് ദ പപ്പി സീ ഓൺ ദ ട്രീ. പപ്പി മരത്തിന് മുകളിൽ എന്താണ് കണ്ടത്? എ ക്യാപ്പ്, ഒരു തൊപ്പിയാണ് കണ്ടത്. ക്വസ്റ്റ്യൻ സി, ഹൂ സേവ്ഡ് ദ ലൈഫ് ഓഫ് ദ സ്ക്വയറൽ. ആരാണ് സ്ക്വയറലിൻ്റെ ലൈഫ്, ജീവൻ രക്ഷിച്ചത്? ആരാണ്? പപ്പിയാണ് അല്ലേ? ഹൂ സെഡ് ദീസ് വേർഡ്സ്. ഇനി ഈ വേർഡ്സ് ആരൊക്കെയാണ് പറഞ്ഞതെന്നാണ് നോക്കേണ്ടത്. കം ലെറ്റ്സ് പ്ലേ, വാ നമുക്ക് കളിക്കാം. ആരാണ് പറഞ്ഞത്? ആ സ്റ്റോറി വായിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പപ്പിയാണല്ലേ പറഞ്ഞത്. ഈ ഹെൽപ്പ് മീ, എന്നെ രക്ഷിക്കൂ എന്ന് ആരാ പറഞ്ഞത്? സ്റ്റോറി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ആരാണ്? സ്ക്വയറലാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാം? ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, നമ്മൾ വീണ്ടും ആ സ്റ്റോറി വായിക്കുക. അപ്പോൾ അതിലുണ്ടായിരിക്കും അതിനുള്ള ആൻസർ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എഴുതുക. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. താഴെ നമുക്കൊരു സോങ് തന്നിട്ടുണ്ട്, അതിലേക്ക് കുറച്ചുകൂടെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഹാപ്പി ഡേ, ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ലവ്, വി ഷോൾ സിംഗ്, വി ഷോൾ റൺ, വി ആർ റെഡി ടു പ്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് എ ഹാപ്പി ഡേ, ദിസ് ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ലവ്, വി ഷോൾ, ബാക്കി എന്താ എഴുതുക മക്കളെ? വി ഷോൾ ഡാൻസ്, വി ഷോൾ ജമ്പ്, വി ആർ റെഡി ടു പ്ലേ. ഓക്കെ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ ഏതാണോ കൂട്ടിച്ചേർക്കേണ്ടത്, ആ സിങ്, റണ്ണ്, പ്ലേ അതൊക്കെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളാണ്. ആ 2 വേർഡ്സ് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ആക്ടിവിറ്റി 3 വേർഡ് പസിൽ. നമുക്കൊരു പസിലാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളൊരു പസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യം ഹിൻസ് നോക്കാം നമുക്ക്. അക്രോസ്, നേരെയുള്ള ഹിൻസാണ് ആദ്യമുള്ളത്. 1 പ്ലേസ് ടു ബൈ തിങ്സ്. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഏതാണ്? M വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങുന്ന പ്ലേസ്? മാർക്കറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ മാർക്കറ്റാണ് കേട്ടോ അത്. ക്വസ്റ്റ്യൻ 2 ഹോം ഓഫ് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്? വന്യജീവികൾ അല്ലേ? വന്യജീവികളുടെ ഹോം എന്ന് പറയുന്നത്, വീട് എന്താണ്? F വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറസ്റ്റ് ആണ്, കാടാണ്. ഇനി ഡൗൺ, താഴേക്ക് നോക്കൂ. 3 വി സീ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ഹിയർ. നമുക്കിവിടെ ചെടികളും അതുപോലെ പൂക്കളും ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളെയും എല്ലാം കാണാനായിട്ട് സാധിക്കും. G വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? ഗാർഡനാണ്, പൂന്തോട്ടമാണ്.
4. യു ക്യാൻ സീ വേവ്സ് ഹിയർ. നിങ്ങൾക്കിവിടെ തിരകൾ കാണാനായിട്ട് സാധിക്കും. എവിടെയാണ് തിരകളും തിരമാലകളും ഒക്കെ ഉള്ളത്? കടലിലാണ്. സി, എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, സി ആണ്. അതുപോലെ 5. വി സീ ക്ലൗഡ്സ് ഹിയർ. നമുക്കിവിടെ മേഘങ്ങൾ കാണാനായിട്ട് സാധിക്കും. എവിടെയാണ് മേഘങ്ങൾ കാണുന്നത്? ആകാശത്താണ്, അതായത് സ്കൈ. ആക്ടിവിറ്റി 4. റീഡ് ആൻഡ് ഡ്രോ. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. ഡ്രോ ദ പിക്ചർ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ്. അത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ഡ്രോ എ ഹൗസ്. ഒരു വീട് വരയ്ക്കുക. ഡ്രോ എ ട്രീ നിയർ ദ ഹൗസ്. വീടിനടുത്തായിട്ടൊരു ട്രീ, മരം വരയ്ക്കുക. ഡ്രോ എ ബേർഡ് ഓൺ ദ ട്രീ. മരത്തിന് മുകളിലായിട്ടൊരു ബേർഡിനെ വരയ്ക്കുക. ഡ്രോ 2 ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് 2 പക്ഷികൾ പറക്കുന്നതായിട്ട് വരയ്ക്കുക. ഡ്രോ എ പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് അണ്ടർ ദ ട്രീ. ആ മരത്തിന് താഴെയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ചെടി വരയ്ക്കുക. സിമ്പിളല്ലേ? ആക്ടിവിറ്റി 5. കോൺവെർസേഷൻ. സംഭാഷണം എഴുതാനാണ് 5ാമത്തെ ആക്ടിവിറ്റി. റോക്കി പുൾ ദ ഫോളൻ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ആൻഡ് സേവ്ഡ് ദ ക്രോ. റോക്കി താഴെ വീണ് കിടന്നിരുന്ന ആ മരച്ചില്ല എടുത്തിട്ട് കാക്കയെ രക്ഷിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. കാക്കയുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു. ഷി താങ്ക്ഡ് റോക്കി. അവൾ റോക്കിക്ക് നന്ദി പറഞ്ഞു. കംപ്ലീറ്റ് ദ ലൈവ്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോക്കി ആൻഡ് ദ ക്രോ. ആ സമയത്ത് റോക്കിയും ക്രോവും തമ്മിലുണ്ടായിരുന്ന സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രോ: താങ്ക് യു റോക്കി. ക്രോ റോക്കിയോട് നന്ദി പറയുകയാണ്. റോക്കി: യു ആർ വെൽക്കം. ക്രോ: ഐ ടുക്ക് ദ ബോൺ ഫ്രം യു. ഐ എം റിയലി സോറി. ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് എല്ല് തട്ടിപ്പറിച്ചല്ലോ. ഐ എം റിയലി സോറി. എന്നോട് ക്ഷമിക്കണം. റോക്കി: ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അത് സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ക്രോ: ബട്ട് സ്റ്റിൽ യു സേവ്ഡ് മൈ ലൈഫ്. എന്നിട്ടും നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. വൈ ഡിഡ് യു സേവ് മീ? നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? റോക്കി: യെസ്, ഇറ്റ്സ് ബിക്കോസ് ഐ ഫെൽറ്റ് പിറ്റി ഫോർ യുവർ ചിക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചെറിയ ചിക്സ് ഉണ്ടല്ലോ, ചെറിയ കുട്ടികളുണ്ടല്ലോ, അവയോട് എനിക്ക് അവയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ദയ തോന്നി, അല്ലെങ്കിൽ കനിവ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്. ക്രോ: ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഹെൽപ്പ്. ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. വാട്ട് ഷാൾ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? റോക്കി: നത്തിങ്, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ഒന്നും വേണ്ട, നമുക്ക് സുഹൃത്തുക്കളാവാം. ഓക്കെ. ആക്ടിവിറ്റി 6. തോട്ട്സ് എഴുതാനാണ് 6th ആക്ടിവിറ്റി. ദ ക്രോ സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മക്കളെ? റോക്കി മരത്തിന് മുകളിലേക്ക് കയറുന്നത് നമ്മുടെ ക്രോ കണ്ടു. അവളുടെ കൂട് ആ മരത്തിന് മുകളിലാണ്. ആ സമയത്ത് ക്രോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ഓ മൈ ഗോഡ്, ദാറ്റ് ഡോഗ് ഈസ് ക്ലൈംബിങ് മൈ ട്രീ. ദൈവമേ, ആ ഡോഗ് എൻ്റെ മരത്തിലേക്ക് കയറുന്നുണ്ട്. വാട്ട് വിൽ ഐ ഡു നൗ? ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഡിഡ് ഹി സീ മൈ നെസ്റ്റ്? അവനെൻ്റെ കൂട് കാണുമോ? മൈ ചിക്സ് ആർ ഇൻ ദ നെസ്റ്റ്. എൻ്റെ കുട്ടികൾ ആ കൂട്ടിലുണ്ട്. വിൽ ഹി ക്യാച്ച് മൈ ചിക്സ്? അവൻ എൻ്റെ കുട്ടികളെ പിടിക്കുമോ? ഇസ് ദർ എനിബഡി ടു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓ ഗോഡ്, യു ആർ ദ ഓൺലി വൺ ടു ഹെൽപ്പ്. ദൈവമേ, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. പ്ലീസ് ഹെൽപ്പ് മീ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് ആയിരിക്കും ക്രോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ കോൺവെർസേഷൻ, തോട്ട്സ്, അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡയറി ചോദിക്കാം. പിന്നെ ഒരു എഡിറ്റിംഗ് പാസേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്തതുപോലെ ഒരു ക്രോസ് വേർഡ് പസിൽ, അതൊക്കെ സിമ്പിൾ വേർഡ്സ് ആയിരിക്കും പസിലിൽ വരിക. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ എക്സാം എഴുതുക. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്